വോട്ടർ പട്ടികയുടെ ഈ അസാധാരണമായ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളായ സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണിക്കുന്ന നിസ്സംഗതയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുൻ IAS ഉദ്യോഗസ്ഥനായ MG ദേവസഹായം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥാപനങ്ങളുടെയെല്ലാം മൗനം ഇന്ത്യയെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രമാക്കി മാറ്റിയോ എന്നുവരെ അദ്ദേഹം ചോദിക്കുന്നു. ലക്ഷക്കണക്കിന് യഥാർത്ഥ വോട്ടർമാരെ യാതൊരു കാരണവുമില്ലാതെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക എന്ന വലിയ കളിയുടെ ഭാഗമാവുകയാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഈ പ്രക്രിയയുടെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാരാണ്. ഈ ഡ്യൂട്ടിക്കിടെ 41 BLOമാർ മരണപ്പെട്ടതായും കേരളത്തിൽ പോലും സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിസ്സംഗതയാണ് ദേവസഹായത്തെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിനാൽ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ഉപദേശിക്കുക മാത്രമാണ് ചെയ്തത്. ഭരണകൂടം ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതിരിക്കുക, സ്ഥാപനങ്ങൾ അതിന് കൂട്ടുനിൽക്കുക, ഈ അവസ്ഥയാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.